ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, അട്ടപ്പാടിയിൽ നിന്ന് സഹിയോൻ മിനിസ്ട്രീസ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം തിരുലിഖിതം. എന്തെന്നാൽ രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ഇതൊരു പ്രാർത്ഥനയുടെ സമയമാണ്. ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു ശുശ്രൂഷയുടെ സമയമാണ്. ഇതൊരു കോൺഫറൻസോ ഒരു വാദപ്രതിവാദമോ അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാസ്സിൽ കുട്ടികളെ ടീച്ചർ പഠിപ്പിക്കുന്നത് പോലുള്ള എന്തെങ്കിലും ഒരു പഠന രംഗമോ അല്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെയും ആത്മാവിൻ്റെയും വെളിപ്പെടുത്തലിൻ്റെ സമയമാണ്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ ഉണ്ട്. ഒരു അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഏലിയാമ്മ ജോസ്. ഞാൻ കൂത്താട്ടോളം അടുത്ത് വടകര പ്രദേശത്ത് താമസിക്കുന്നു. 1.5 വയസ്സുള്ള കൊച്ചുമകൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ണിൽ ഒരു കമ്പി കയറി കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എൻ്റെ ദൈവം, കണ്ണില് കമ്പി കയറിയിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു. ദുബായിലാണ് അവർ കുടുംബസമേതം താമസിക്കുന്നത്. അവിടെ 3 ഓപ്പറേഷൻ നടത്തി. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, കാഴ്ച ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പൊന്നുമില്ല, ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന്. അതുകൊണ്ട് അവർ നാട്ടിൽ വന്ന് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. ആ ഡോക്ടർമാരും അങ്ങനെ തന്നെ പറഞ്ഞു, ഭാഗ്യമുണ്ടെങ്കിൽ കാൽക്കർമ്മേന നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക, ദൈവം സഹായിച്ചാൽ കാഴ്ച. നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കുക, ദൈവത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയേക്കും എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ അവരങ്ങനെ ഇരിക്കുമ്പോൾ വിഷമിച്ച് ഞങ്ങളിരിക്കുമ്പോൾ ഇങ്ങനെ അവർക്ക് ഒട്ടും ദൈവവിശ്വാസം, ധ്യാനത്തിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ അവർ ശാലോം ടി വിയിൽ, അഭിഷേകാഗ്നി ടീമിൽ പല അത്ഭുതങ്ങളും നടക്കുന്ന കണ്ടുകൊണ്ട് അവരും അത് ദിവസവും കാണുകയും പ്രാർത്ഥിക്കുകയും സുഖം കിട്ടുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഉള്ള ഉറപ്പോടുകൂടി അവർ അത് അവരിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാമിൻ്റെ സമയത്ത് നിരവധി വ്യക്തികളുടെ കണ്ണുനീരിൽ ദൈവം ഇടപെടുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നവർ കേട്ടു. ഉടനെ അവരും അത് കാണാൻ തുടങ്ങി. കണ്ടിട്ട് അവർ നേർച്ച നേർന്നു, എൻ്റെ മകൻ്റെ കണ്ണിന് കാഴ്ച കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താം എന്ന് നേർന്നു. എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ ദുബായിൽ 4 മാസം മുമ്പ് അവിടെ കൺവെൻഷൻ നടത്തി. സെന്റ് മേരീസ് പള്ളി, ദുബായിലുള്ള സെന്റ് മേരീസ് പള്ളിയിൽ ഒരു ഗംഭീര അഭിഷേകാഗ്നി അവിടെ നടന്നു. അതിൽ അനവധി ആളുകൾ എല്ലാ ഭാഗത്തു നിന്ന് വന്ന് കൂടിയായിരുന്നു. അപ്പൊ അതിലിവരും കൂടി, അവരും എല്ലാവരും കൂടി വന്ന് സംബന്ധിച്ചു, അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം കുഞ്ഞിനെ പൂർണ്ണമായ കാഴ്ച ലഭിച്ചു. ഫുൾ കാഴ്ച കിട്ടി. എന്താ ഇത്ര കൂളായിട്ട് പറയണേ? കണ്ടു. ഡോക്ടർമാർ പറഞ്ഞു, കാഴ്ചയുള്ള കണ്ണ് കെട്ടിവെച്ച് കാഴ്ചയില്ലാത്ത കണ്ണ് മാത്രം പുറത്ത് അങ്ങനെ വെച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞു. കൊച്ച അതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. മറ്റേ കണ്ണ് കാണത്തില്ലാത്തതുകൊണ്ട് വലിച്ചു പറിച്ച് കളയുവാൻ. ഈ ധ്യാനം കൂടി കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ച് കണ്ണ് കെട്ടിവെച്ചാലും ഒന്നും തടസ്സം പറയുന്നില്ല. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, കൊച്ചിൻ്റെ കാഴ്ച ലഭിച്ചു, കൊച്ചിൻ്റെ കണ്ണിന് പൂർണ്ണമായ കാഴ്ച കിട്ടിയതായി ഡോക്ടർമാർ. ധ്യാനം കഴിഞ്ഞപ്പോൾ കൊച്ചിന് യാതൊരു കുഴപ്പമില്ല. ഉടനെ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർമാർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, കൊച്ചിന്റെ കണ്ണിന് പൂർണ്ണമായ കാഴ്ച തിരിച്ചു കിട്ടിയെന്ന് ഡോക്ടർമാർ വിധി. അതിനുശേഷം കൊച്ചു നാട്ടിൽ വന്ന് അപകടം പറ്റിയ കണ്ണാന്ന് ആരും പറയില്ല. ഇപ്പോൾ കണ്ടാൽ ഒരു അപകടം പറ്റിയ കണ്ണാണെന്ന് പറയാത്ത വിധം കണ്ണിന്റെ ഷേപ്പും പഴയതുപോലെ ആക്കി കൊടുത്ത് നല്ല ഒരു കണ്ണും നല്ല ഒരു കാഴ്ചശക്തിയും കൊടുത്ത് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേൽക്കാം. ഈ സമയത്ത് വളരെ ഉയർന്ന ഹൃദയ വിചാരത്തോടെ നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ പങ്കുചേർന്നാൽ ദൈവം പ്രകടമായി അടുത്ത് വന്ന് അനുഗ്രഹിക്കുന്ന അനുഭവം ഉണ്ടാവും.
നമ്മൾ ഇന്നലെ കൂടിയതുപോലെ ആയിരിക്കരുത് ഇന്ന് കൂടുന്നത്. ഇതിനു മുമ്പ് ഒരു ആത്മീയ ശുശ്രൂഷ പങ്കെടുത്തതുപോലെ ആയിരിക്കരുത് ഇപ്പം. ഓരോ തവണയും കൃപയ്ക്ക് മേൽ കൃപ, വിശ്വാസത്തിന് മേൽ വിശ്വാസം, ഉണർവിൻ്റെ മേൽ ഉണർവ്. അത് ദൈവജനം പ്രാപിക്കണം, ദൈവജനം അനുഭവിക്കണം, ദൈവജനം വളരണം. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥന ഉണർവോടെ പ്രാർത്ഥിക്കണം. നല്ല ജീവൻ വേണം. കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവീൻ. പ്രാർത്ഥന ജ്വലിക്കുന്ന അതരങ്ങളോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. ചതഞ്ഞെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, നല്ല തീയായി പ്രാർത്ഥിക്കണം. ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു ടീമിനോട് ചേർന്നാണ് ഇപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. വചനം ശുശ്രൂഷിക്കുമ്പോൾ ആത്മാവിൻ്റെ വൻ ശക്തി ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കും. ഈ ജോലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആദിമസഭയിൽ നിറഞ്ഞതുപോലെ, നാളിൽ സ്ലീഹന്മാരുടെ മേൽ നിറഞ്ഞതുപോലെ ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ക്ഷീണങ്ങളും രോഗങ്ങളും മനപ്രയാസങ്ങളും സംശയങ്ങളും അവിശ്വാസവും നിരീശ്വര ചിന്തയും യുക്തിവാദത്തിന്റെ ആധിപത്യവും കഴുകിക്കളഞ്ഞ് പുതുക്കി പണിയണമേ. അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 ആദിമസഭയിൽ കത്തിപ്പടർന്ന പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപരിക്കണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആത്മാവിൻ ശക്തി, ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. തിരുസഭ മുഴുവൻ കത്തിപ്പടരട്ടെ. അഭിഷേകം ചെയ്യണമേ. ദേശം മുഴുവൻ കത്തിപ്പടരട്ടെ. തീയായി മാറണമേ പരിശുദ്ധാത്മാവേ. കത്തിപ്പടരട്ടെ. ഉണർവായി വരണമേ പരിശുദ്ധാത്മാവേ. കത്തിപ്പടരട്ടെ. കൈകൾ ഉയർത്തി ആരാധിക്കുന്നു. കോട്ടകൾ തകരട്ടെ. പിശാചിന്റെ പീഡകൾ വിട്ടുപോകട്ടെ. എല്ലാ വെറുപ്പിന്റെ കെട്ടുകളും തകരട്ടെ. അന്ധകാര കോപങ്ങൾ മാറട്ടെ. മദ്യപാന ആസക്തി തകരട്ടെ. കുടുംബ കലഹങ്ങൾ വിട്ടുപോകട്ടെ. ഭാരങ്ങൾ നീങ്ങട്ടെ. ആത്മഹത്യ ചിന്തകൾ നീങ്ങട്ടെ. വിദ്വേഷ കോപങ്ങൾ മാറട്ടെ. കുടുംബങ്ങൾ സമാധാനം കൊണ്ട് നിറയട്ടെ. സന്തോഷം കൊണ്ട് നിറയട്ടെ. കൃപ കൊണ്ട് നിറയട്ടെ. വേദനിക്കുന്ന മക്കളെ സ്പർശിക്കണമേ പരിശുദ്ധാത്മാവേ. രോഗികളെ തൊടണമേ പരിശുദ്ധാത്മാവേ. ഇപ്പോൾ സ്പർശിക്കണം.
ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തണമേ, ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ. ഈ സമയം അനേക രോഗികളുടെ മേൽ വലിയ ശക്തി, വലിയ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി വ്യക്തികളുടെ നിരാശകളുടെയും കഠിനമായ ഭാരങ്ങളുടെയും ആധിപത്യങ്ങൾ നീങ്ങുന്നു, വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. പ്രാർത്ഥിക്കുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. എപ്പോഴൊരു അടഞ്ഞ പോലെ ഹൃദയം. ഇത് കർത്താവ് തൊടുന്നു, ഇതാ ഹൃദയം മാംസളമായി മാറുന്നു, ദൈവിക ദാഹം കൊണ്ട് നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആരാധന, ആരാധന. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കുന്നു. ക്യാൻസർ രോഗബാധയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമശക്തി നിറയട്ടെ. ക്യാൻസർ രോഗബാധ യേശുക്രിസ്തുവിന്റെ നാമശക്തി നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗത്തെ ശാസിക്കുന്നു. ക്യാൻസർ രോഗമേ, ആധിപത്യങ്ങളെ കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും ശാന്തമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? അതെ. വീണ്ടും ഒരിക്കൽ കൂടെ കണ്ടുമുട്ടാൻ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഈ ഒരു നല്ല മണിക്കൂറിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ച് 1-2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ അട്ടപ്പാടി എന്ന് പറയുന്ന ദേശത്തേക്ക് നിയുക്തനായി. പിന്നെ ഇവിടെയാണ് മുഴുവൻ കാല ശുശ്രൂഷ. ഈ അട്ടപ്പാടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടക്കം മുതലേ എനിക്ക് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം വളരെ അടുത്ത് പരിചയമുണ്ട്. രോഗികളെ കണ്ടാൽ മനസ്സലിവോടെ ചെന്ന് തൊടുന്ന ഈശോ, രോഗികളെ കണ്ടാൽ മനസ്സലിവോടെ അവിടെ നിന്ന് സുഖപ്പെടുത്തുന്ന ഈശോ, വാരിപ്പുണരുന്ന ഈശോ, സ്നേഹം നിറയ്ക്കുന്ന ഈശോ, സൗഖ്യം നൽകുന്ന ഈശോ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം, എന്തെന്നാൽ രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ആളുകളും ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അവർ വെറും ആത്മാവിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. നല്ലത് തന്നെ, സ്വർഗം, ആത്മാവിന് നിത്യരക്ഷ, മരണാനന്തര ജീവിതം, ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശു ആത്മാവിൻ്റെ നിത്യരക്ഷ മാത്രമല്ല, തൻ്റെ അരികിൽ വന്നുകൂടിയ ദൈവമക്കളുടെ കണ്ണുനീരിൽ ഇടപെടുന്നതും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. ഒരു വ്യക്തി രോഗത്തോടു കൂടി വന്നാൽ ആ വ്യക്തിയുടെ രോഗത്തെ യേശു അഭിമുഖീകരിച്ചിട്ടുണ്ട്. ആ മനസ്സിലൂടെ അവിടെ നിന്ന്, മകനെ നിന്റെ രോഗത്തിന് നിന്ന് സുഖപ്പെടുത്തിയിരിക്കുന്നു, എനിക്ക് മനസ്സിൽ നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് സുഖപ്പെടുത്തുന്ന യേശുക്രിസ്തുവിനെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17 മുതൽ 19 വരെ തിരുലിഖിതങ്ങൾ. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. അപ്പോൾ യേശു നടക്കുമ്പോൾ ഒരു വലിയ ജനാവലി യേശുവിൻ്റെ കൂടെ നടക്കുകയാണ്. ശിഷ്യന്മാരോട് കൂടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വേണ്ടി യൂദയ, ജെറൂസലം എന്നിവിടങ്ങളിൽ നിന്നും, ടൈർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ഒരു ജനസമൂഹവും അവിടെ ഒരുമിച്ച് കൂടി. അപ്പോൾ യേശുവിൻ്റെ കൂടെ ജനങ്ങൾ വരുമ്പോൾ 2 ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്,
വചനം കേൾക്കുക. 2, രോഗശാന്തി പ്രാപിക്കുക. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനും വലിയ ഒരു ജനസമൂഹം അവന് ചുറ്റും തിങ്ങിക്കൂടി. ഇനി തുടർന്ന് വചനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. അവരെല്ലാവരും അവനെ ഒന്ന് സ്പർശിക്കാൻ തക്കം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഉറക്കെ പറയാ ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇതാണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ വന്നിരുന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നൊരു കാര്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു സുഖപ്പെടുത്തുന്ന കർത്താവാണ്. യേശുവിൻ്റെ ശരീരത്തിൽ സുഖപ്പെടുത്തുന്ന ശക്തിയുണ്ട്. യേശുവിനെ തൊടുമ്പോൾ സൗഖ്യമുണ്ട്. യേശുവിനെ നാമം വിളിക്കുമ്പോൾ സൗഖ്യമുണ്ട്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഇതാ ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു കർത്താവാണ് ബൈബിളിൽ നാം പരിചയപ്പെടുന്ന യേശു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 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 മക്കളെ, വിഷമോ വേദനയുണ്ടെങ്കിൽ, രോഗമോ ദുരിതമോ ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ അരികിലേക്ക് വന്നാൽ അവൻ നമ്മളെ തിരസ്കരിക്കുകയില്ല. ഒരുപക്ഷെ നമ്മൾ 1 തവണയോ 5 തവണയോ 50 തവണയോ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടരുത്. 38 വർഷം ആ ബെത്സൈദ കുളക്കരയിൽ കടന്ന ആ മകൻ്റെ ആ ജീവിതത്തിൽ ഇടപെട്ട കർത്താവിന് ഓർമ്മയില്ലേ? എന്ന് പറഞ്ഞാൽ 1 വർഷം 2 വർഷം 5 വർഷം 10 വർഷം പ്രാർത്ഥിച്ചു, നടന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ജന്മനാ രോഗികളായ, ജന്മനാ തടസ്സമുള്ള 2 കുട്ടികളുമായിട്ടൊരു അപ്പൻ ഒരുപാട് നാൾ പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടിയില്ല. എന്നെന്താ ചെയ്തത്? അദ്ദേഹം മനസ്സ് മടുക്കാതെ എൻ്റെ യേശു വേദനിക്കുന്നവരോട് അലിവുള്ള യേശുവാണെന്ന് വിശ്വാസത്തോടെ യേശുവിൻ്റെ ശുശ്രൂഷകളിൽ മടുക്കാതെ പങ്കുചേർന്നുകൊണ്ടിരുന്നു. എൻ്റെ പേര് ജയ്മോൻ. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് വിക്കായിരുന്നു. ഞാൻ 2014 നവംബർ 12 മുതൽ 16 വരെ അതിരമ്പഴി നടന്ന അഭിഷേക അഗ്നി കൺവെൻഷനിൽ പോയി പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിക്കുള്ള 4 പേരെ ഈശോ സുഖപ്പെടുത്തുന്നു. ഞാൻ അപ്പോൾ ആ സമയം കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ആ 2 പേര് എൻ്റെ മക്കളായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് മക്കളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വിക്കില്ല. യേശുവേ നന്ദി. യേശുവേ. 2 പേർക്കും വിക്കില്ല. 2 പേരെ പോയി. 2 പേരുടെയും ആ കുട്ടികളാണ് അടുത്തേക്ക് അല്ലേ? ഈ കുട്ടികളല്ലേ? ഇവരെ 2 പേരുടെയും വിക്ക് ഈശോ ഒറ്റ ദിവസം തന്നെ എടുത്തു. അത് ഈ അപ്പൻ വിശ്വാസത്തോടെ ആ സന്ദേശം പറയുന്ന സമയത്ത് പല ആളുകളും അങ്ങനെ ഇങ്ങനെ നോക്കി അവിശ്വാസത്തിൻ്റെ ചിന്തകൾ എഴുതുന്നപ്പോൾ ഈ അപ്പൻ വിശ്വസിച്ചിട്ട് പറഞ്ഞു, 4 പേരുടെ വിക്ക് കർത്താവ് എടുത്ത് മാറ്റിയത്. അത് 2 പേര് എൻ്റെ മക്കളാകണമെന്ന് പറഞ്ഞിട്ട് ഈ മക്കൾക്ക് എത്ര നാളായിട്ട് വിക്കുള്ളതായിരുന്നു? ജനിച്ചപ്പോൾ മുതൽക്കാം ജനിച്ചത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ശരിക്കും സ്ഫുടമായിട്ട് സംസാരിക്കുന്നില്ല. വിക്കോടെ സംസാരിച്ചിരുന്ന കുട്ടികളാണ്. അത് മാറി. അന്ന് വൈകുന്നേരം തൊട്ട് വിക്കില്ല. കർത്താവ് ആ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ച് അങ്ങോട്ട് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ 26-ാം തിരുലിഖിതത്തിന്റെ അവസാന ഭാഗം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഏറ്റു പറയാം, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. വചനം ഒന്നുകൂടെ പറയാം, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് എല്ലാ രോഗങ്ങളും നീക്കിക്കളയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-ാം വാക്യം, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബ് 5:15, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ 2 പേരായി അവരെ അയച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ശരീരത്തിൽ രോഗികളെ സുഖപ്പെടുന്ന ശക്തി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ മനസ്സിൽ രോഗികളെ സുഖപ്പെടുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാരെ അയച്ചപ്പോൾ യേശു കൊടുത്ത ദൗത്യങ്ങളിൽ ഒരു ദൗത്യം രോഗികളെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹമുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈ സമയം സ്വർഗത്തിന്റെ അത്ഭുതമായ ശക്തി നിറയട്ടെ. രോഗികളെല്ലാം ഇപ്പൊ പ്രാർത്ഥിക്കണം, എന്നെ സുഖപ്പെടുത്തണം കർത്താവേ, എന്നെ സ്പർശിക്കണമേ കർത്താവേ. യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയമാണ്. മകനെ, നിന്റെ വിശ്വാസം ഉണർത്തുക. വിശ്വാസം മങ്ങിപ്പോയ ഹൃദയങ്ങളിൽ ഉണരട്ടെ, വിശ്വാസം മങ്ങിപ്പോയ മനസ്സുകൾ ഉണരട്ടെ. വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുക. കിടപ്പ് രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കണം. എഴുന്നേക്കാൻ പറ്റാതെ കിടക്കയിൽ തന്നെ കിടക്കുന്നവർ, എഴുന്നേക്കാൻ പറ്റാതെ ഈ സീറ്റിൽ തന്നെ ഇരിക്കുന്നവർ, വീൽ ചെയർ ഇരിക്കുന്നവർ ഇപ്പോൾ ഒരു അത്ഭുതം പ്രതീക്ഷിക്കണം. ഈ സമയം നിങ്ങളുടെ കൈകൾ സുഖപ്പെടും, ഈ സമയം നിങ്ങളുടെ കാലുകൾ സുഖപ്പെടും. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, രോഗികളുടെ അടുത്ത് നിൽക്കുന്നവർ, ആ രോഗികളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കൈകൾ വെക്കുക. ഇപ്പോൾ അവർ എഴുന്നേൽക്കും, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കും. ഈ ശുശ്രൂഷ അവരെ വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് നൽകിയിട്ടുള്ളത് തന്നെ ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. പിതാവേ, ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. പിതാവേ, ഇപ്പോൾ ഇടപെടണമേ. പിതാവേ, ഇപ്പോൾ ഇടപെടണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി രോഗങ്ങൾ വിട്ടുപോകട്ടെ. പിതാവേ, അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഈ ദൈവമക്കളെ ആശീർവദിക്കുന്നു. ഇപ്പോൾ യേശുക്രിസ്തു നാമത്തിൽ രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങൾ തകരട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, സ്പർശിക്കണമേ. ഈശോയെ സുഖമാക്കണേ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. തളർന്ന മക്കളെ ഈശോയെ സ്പർശിക്കണമേ. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. ജന്മനാ രോഗികളായ മക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. 2 കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സുഖമാക്കണേ, ആരാധന, ആരാധന, ആരാധന. സ്പർശിക്കണമേ യേശുവേ. ഇടപെടണമേ, 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 വിടുതൽ നൽകണമേ. ക്യാൻസർ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, മഞ്ഞപ്പിത്ത രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, സോറിയാസിസ് രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, വിഭ്രാന്തികൾ വിട്ടുപോകട്ടെ, രാത്രികൾ ഉറക്കമില്ലാത്തവർക്ക് നല്ല ഉറക്കം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷുഗർ, കൊളസ്ട്രോൾ, ഡയബറ്റിക് അവസ്ഥകളിലേക്ക് യേശു നാമശക്തി വ്യാപരിച്ചു വിടുതൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്പർശിക്കണമേ, സ്പർശിക്കണമേ, സുഖമാക്കണമേ, സ്പർശിക്കണമേ. സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. സുഖപ്പെടുത്തണമേ കർത്താവേ, ഈശോയെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. തളർന്ന മക്കളെ സ്പർശിക്കണമേ കർത്താവേ. ശിരസ് മുതൽ പാദം വരെ അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി പളർന്ന് വർഷിക്കണമേ കർത്താവേ. ഉണങ്ങാത്ത വ്രണങ്ങളും സൗഖ്യം പ്രാപിക്കാത്ത ക്ഷതമേറ്റ ശരീരങ്ങളും ഇപ്പോൾ തിരുരക്തത്തിന്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.
അപകടത്തെ തുടർന്ന് അസ്ഥികൾ പൊടിഞ്ഞു കിടക്കുന്ന ശരീരങ്ങളിൽ അസ്ഥികൾ കൂടിച്ചേർന്ന് പുതുശക്തി പ്രാപിച്ച് ആരോഗ്യത്തോടെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന. കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണുകളിലേക്ക് ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് ശക്തി അയക്കുന്നു. യേശു നാമത്തിൽ കാണാത്ത കണ്ണുകൾ കാണട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, യേശുവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടാം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സ്വർഗത്തിലെ യേശു ഇവിടെ സന്നിഹിതനാണ്. നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളും ഇപ്പോൾ എത്രമാത്രം വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കാൻ പറ്റുമോ അത്രയും ദാഹത്തോടെ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കണം. നിങ്ങളുടെ കഠിന വേദന എന്തായാലും ഇപ്പോൾ സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. യേശുവിലേക്ക് നോക്കുക. എല്ലാവരും ഒരുമിച്ച് വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ.